ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമാശ പറയും. ഞങ്ങളുടെ ഞരമ്പ് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് വരുന്നത് ഒലീവ് ഗ്രീൻ കളറിലുള്ള ബ്ലഡ് ആയിരിക്കുമെന്ന്. യൂണിഫോമിൻ്റെ കളറാണ് ഒലീവ് ഗ്രീൻ. ഹലോ, എൻ്റെ പേര് കേണൽ ജയരാജ്. ഇതെൻ്റെ വൈഫ്. ഞാൻ ചാന്ദിനി ജയരാജ്. ഇതാണ് ഞങ്ങളുടെ ആർമി ഹൗസ്. എന്താണ് ആർമി ഹൗസ്? ആർമി ഹൗസ് ഞങ്ങൾക്ക് വളരെ അഗാധമായൊരു ബന്ധമാണ്. വളരെ ഡീപ്പ് ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് ഞങ്ങൾക്ക് ആർമിയുടെ കൂടെ ഉള്ളത്. എൻ്റെ അച്ഛൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലുണ്ടായിരുന്നു. ഞാൻ 37 വർഷം ആർമിയിൽ സെർവ് ചെയ്തു. എൻ്റെ മോൻ ഇപ്പോൾ 10 വർഷത്തെ സർവീസായി മേജറാണ്, ഡൽഹിയിലാണ്. എൻ്റെ വൈഫ് ആർമി പബ്ലിക് സ്കൂളിലൊരു ടീച്ചറായിരുന്നു. ഫാമിലി മുഴുവൻ പട്ടാളക്കാരാണ്. അതെ, ഞങ്ങളെല്ലാവരും പട്ടാളക്കാർ. അത് ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. ആ കാണുന്ന ഗൺ ആണ് ഞങ്ങളുടെ ഒരു സിംബൽ ഓഫ് ആർമി ഹൗസ്. അത് ഞങ്ങളുടെ ആർമി ജീവിതത്തിന് എപ്പോഴും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതൊരു കിണറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ കിണറിന് മുകളിൽ ഞങ്ങൾ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗണ്ണാണ്. അത് കോൺക്രീറ്റും സിമെൻറ്റും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗണ്ണാണ്. വരൂ അകത്തേക്ക്. ഇത് ഞങ്ങളുടെ ഡ്രോയിങ് റൂം, ലിവിങ് റൂം. മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ ഇവിടെയാണ്. ഞങ്ങൾ ബെഡ്റൂമിൽ അല്ലെങ്കിൽ എൻ്റെ വൈഫ് കിച്ചണിലല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് സംസാരിക്കാറുള്ളത്, TV കാണാറുള്ളത്. ഇതാണ് ശരിക്കും ഇവിടുത്തെ ആർമി റൂം എന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുന്നതും എല്ലാ കാര്യങ്ങളും ഈ റൂമിലാണ്. ഇത് പൂജാ റൂമാണ്. ഇതിലെ ഓരോ പീസുകളും എൻ്റെ വൈഫ് പലയിടത്തു നിന്നായിട്ട് ശേഖരിച്ചുകൊണ്ട് വന്നാണ്. ഗുരുവായൂർ, തിരുപ്പതി, പഴനി, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. ഇത് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ. ഈ ഡൈനിങ് ടേബിളിലൊക്കെ നമ്മൾ ഓരോ പീസും പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്. ഇത് ഞങ്ങളുടെ ക്രിസ്റ്റൽ കളക്ഷൻ. ഇതൊക്കെ ഓരോ പീസ് ക്രിസ്റ്റലും ഞങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുത്തിയതാണ്. ഇത് ഞങ്ങളുടെ ക്രോക്കറി കളക്ഷൻസ്. ഇതെൻ്റെ മദർ ഇൻ ലോയുടെ റൂമാണ്. പക്ഷേ മദർ ഇൻ ലോ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അവിടെ പകൽ സമയത്ത് TV ഒക്കെ കണ്ടിട്ട് പിന്നെ രാത്രി ഉറങ്ങാനാണ് ഇവിടെ വരാറുള്ളത്. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ വരുമ്പോഴത്തേക്കും എത്ര നാൾ ഇവിടെ താമസിക്കാനൊന്നും പ്ലാനിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അമ്മയും കൊണ്ട് സെക്കൻഡറാബാദിൽ പോകാമെന്ന്. പക്ഷേ അമ്മയുടെ ജനിച്ചു വളർന്ന വേരുകളൊക്കെ ഇവിടെയാണ്. അമ്മയ്ക്ക് അമ്പലം അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഫ്രണ്ട്സ് അവരെയൊക്കെ കാണേണ്ട വളരെ അനിവാര്യമായിട്ട് തോന്നി. അപ്പോൾ അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി താമസിച്ചോളൂ, ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം അമ്മയെ ഇവിടുന്ന് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. ഓപ്പൺ കിച്ചൺ എന്നുള്ള കൺസെപ്റ്റിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. സേഫ്റ്റിക്ക് നമുക്ക് ഡോസൊക്കെ ഉള്ളതല്ല നല്ലത്. ഡോറുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സേഫ് അല്ലേ. ഇപ്പോൾ ഒരു സ്മെല്ല് വന്നാലും നമുക്കത് ക്ലോസ് ചെയ്തിട്ടാൽ മതിയല്ലോ ആ കിച്ചണിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പഴയ ഒരു രീതിയിലേക്ക് തന്നെ പോയത്. ഓപ്പൺ കിച്ചൺ ഇപ്പോൾ ലേറ്റസ്റ്റ് എല്ലാവരും അതാ ചെയ്യുന്നത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. പ്രൈവസി ഉണ്ട്. അതെ അതെ, ഞാൻ തന്നെ നിന്ന് എനിക്ക് വേണ്ട രീതിയിലാണ് പണിയിച്ചത്. ഇപ്പോൾ ഈ റിട്ടയർ ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്ന് നാട്ടുകാരുമായിട്ടൊക്കെ ഇടപഴകുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രണ്ടാമത് ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണ്. 50 വർഷം വെളിയിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നാടൻ രീതികളോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുവാൻ ശ്രമിക്കുകയാണ്. അതൊരു വലിയ ലേണിംഗ് ആണ്. ഇവിടെയുള്ള മനുഷ്യരൊക്കെ വളരെ നല്ല മനുഷ്യരാണ്. അതും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ അവരെയൊക്കെ ആയിട്ട് ഇത്ര വർഷമായിട്ട് ഇടപഴകാനൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടുമ്പോഴത്തേക്കും അവരുടെ ചിന്താഗതിയോടും ഒക്കെ എല്ലാം മനസ്സിലാക്കി വരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. അത് ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞു. ഇനിയും ഉള്ള കാലങ്ങളിൽ ഇവിടെ എല്ലാവരെയും പരിചയപ്പെടണം. ഇത് ഞങ്ങളുടെ ടെറസ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും സൗകര്യമുള്ള സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, സ്പെഷ്യലി ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന നാടകം, ഡാൻസ്,
അതുകൂടാതെ ബാക്കി ഉത്സവാഘോഷങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ നോക്കും. ഇനി ഒരിക്കലും കൂടി ആർമിയിലേക്ക് തിരിച്ചു വിളിക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഇനി ഒരു ജീവിതം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വിടാതെ ഞാൻ തിരിച്ച് ആർമിയിൽ. ഇപ്പോൾ ആർമിയെക്കുറിച്ച് അറിയാൻ നിങ്ങൾ വരുന്നത് തന്നെ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അത് പിന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇനിയൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആർമി മാത്രമായിരിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞു പോയ അതേ വഴികളിലൂടെ തിരിച്ചു വരാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ആ ചെറുപ്പത്തിലൂടെയും ആ കഴിഞ്ഞുപോയ നല്ല സമയത്തിലെയും ചീത്ത സമയം പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ കൂടെ കടന്നു വരുന്നതായിരുന്നു ഏറ്റവും വലിയൊരു ചരിതാർത്ഥ്യം നിറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഇതൊക്കെ പഴയ കാലത്ത്, ഇതൊക്കെ 18th സെഞ്ച്വറി 19th സെഞ്ച്വറിയിലെ ബേസിക്കലി 19th സെഞ്ച്വറിയിലുള്ള 18th and 19th സെഞ്ച്വറിയിലുള്ള ഗോൾഫ് കാർട്ട്സും ആനിമൽസിനെയായിരുന്നു പണ്ട് കാഡി ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന കുറച്ച് ഫോട്ടോസാണിത്. ഈ മൂലയ്ക്ക് ഞങ്ങളെപ്പോഴും ഈ സോൾജിയറിനെ വച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രൊഫഷനുമായിട്ട് വളരെ സാദൃശ്യമുള്ള ഒരു റോമൻ സോൾജിയറാണ്. അതെല്ലാം പട്ടാളമയമാണ്. ആ കാണുന്നതാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ. ഇതെൻ്റെ മോൻ്റെ ബെഡ്റൂമാണ്. ഇത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്ത് അദ്ദേഹം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ബാത്റൂമിൽ നിന്നുള്ള സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കുളിക്കാൻ പോകുമ്പോഴും അവിടെ സ്പീക്കേഴ്സൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അതും ഇവിടെയുള്ള ബാത്റൂമിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇവിടെ ഡോറിന് കൊടുത്തിരിക്കുന്നത്. ഈ ഇതിലെ ഫിറ്റിങ്സും എല്ലാം എൻ്റെ മോൻ്റെ സെലക്ഷനാണ്. എല്ലാ സാധനങ്ങളും ഈ ബാത്റൂം കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തത് എൻ്റെ മോനാണ്. എല്ലാവരും വിചാരിക്കും, എല്ലാവരും ഒരു ഡിസ്റ്റൻസ് വയ്ക്കും, ഇവർ ആർമിയിലായിരുന്നു. അപ്പോൾ ആർമി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഭയം ഉണ്ടാക്കുന്ന ഒരു വിധത്തിലുള്ള ആൾക്കാർക്ക് അടുക്കാൻ ഒരല്പം മടിയുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ആൾക്കാരെ കണ്ടു പരിചയപ്പെടുന്നു. ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ഞങ്ങളാണ്. അടുത്തൊരു ചോദ്യമായിരുന്നു, അതായത് കേണൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്ന അതുണ്ട്, ഒരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടല്ലോ. പക്ഷേ അന്നത്തെ കാലത്തായിരുന്നു സർവീസിലിരിക്കുമ്പോഴേക്കും എനിക്ക് ഇടപഴകാനുള്ള സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ് ആൾക്കാരെ വല്ലപ്പോഴൊക്കെ അല്ലേ ഇവിടെ വന്നിട്ട് 4-5 ദിവസമൊക്കെ ഒരുമിച്ച് താമസിക്കുകയുള്ളായിരുന്നു. ഇത്രയും 50 വർഷത്തിനിടയ്ക്ക് വർഷത്തിൽ 1-2 പ്രാവശ്യം, കൂടുതലും ഒരു പ്രാവശ്യം വരാനൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ വരുമ്പോഴത്തേക്കും 3-4 ദിവസമൊക്കെ വന്ന് താമസിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഞാനിവിടെ ഒരു നാട്ടുകാരനായി ആ നാട്ടിലുള്ള എല്ലാവരോടും ഇടപഴകുന്നു. അപ്പോൾ ഇനിഷ്യേറ്റീവ് ഞാൻ തന്നെ എടുക്കണം. ഞാൻ പോകുമ്പോഴേ ഓരോരുത്തരെ പരിചയപ്പെടാൻ പറ്റുന്നുള്ളതാണ്. ഇത്ര നല്ല മനുഷ്യരായിരുന്നു എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചൊരു നാട്ടുകാരൊക്കെ ആവും, അപ്പോൾ അവർക്ക് നമ്മളോട് വലിയ ബഹുമാനമൊന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെയല്ല, ഇവിടെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. ആർമിയിൽ സെർവ് ചെയ്യുന്നവരെയും ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തവരെയൊക്കെ എവിടെ ചെന്നാലും വളരെ നല്ല ഹാർദികമായൊരു സ്വീകരണമാണ് എനിക്ക് കിട്ടാറുള്ളത്. ഈ വീട് ആരാ പ്ലാൻ ചെയ്തത്? പ്ലാൻ ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. ഈ ഒരു കോൺടെമ്പററി ഡിസൈൻ കൊടുത്തിട്ട് ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അത് മോഡിഫൈ ചെയ്തു. നമ്മുടെ സൗകര്യം അനുസരിച്ച് പ്ലാൻ കൊടുത്തത് മുഴുവൻ നമ്മളാണ്. ഐഡിയാസ് കൊടുത്തതെല്ലാം നമ്മളാണ്. കൺസ്ട്രക്ട് ചെയ്തത് ഒരു ആർക്കിടെക്റ്റാണ്. അതെ, തീർച്ചയായിട്ടും. എല്ലാം ഇതിൻ്റെ ഓരോ മുറികളും ഓരോ ഇഞ്ച് സ്ഥലവും നമ്മളുടെ ഇഷ്ടാനുസരണം ഉണ്ടാക്കിയതാണ്. ഇതൊരു അപ്പർ ലിവിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ സാധാരണ വരാറില്ല. എൻ്റെ മോനും ഗസ്റ്റും ഒക്കെ വരുമ്പോൾ ആ സമയത്ത് മാത്രമേ ഞങ്ങളിവിടെ വരാറുള്ളൂ. എൻ്റെ മോൻ്റെ എക്സസൈസിങ് മെഷീൻസൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതെൻ്റെ മോൻ്റെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൻ വരുമ്പോഴത്തേക്കും കുറച്ച് ഐഡിയാസ്, അതിൻ്റെ സ്പീക്കർ സിസ്റ്റമൊക്കെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ഹോം തിയേറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവിടെ ഇരുന്ന് മൂവിയൊക്കെ കാണാനായിട്ട്. ഇത് ഞങ്ങളുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് പെർമനൻറ്റ് ഗസ്റ്റാണ് ഇവിടുത്തെ. ഇതൊക്കെ തുറക്കാൻ വെയിറ്റ് ചെയ്യാണ്. എപ്പോൾ തുറന്നാലും ഇവിടെ ബെഡിൽ കയറിയിരിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ വരാൻ ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരിക്കും.
ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കിവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എൻ്റെ വൈഫ് ഈ കാണുന്ന പോലത്തെ അല്ല, ഈ കാണുന്ന എല്ലാ പെയിൻറ്റിങ്സും ഒക്കെ ഈ കലാകാരി തന്നെ ഉണ്ടാക്കിയതാണ്, അല്ലെന്നുണ്ടെങ്കിൽ വരച്ചതാണ്. ഗ്ലാസ് പെയിൻറ്റിങ്സും അല്ലാതെ ഇത് പെയിൻറ്റിങ്സ് അല്ലാതെയും ചെയ്യുമായിരുന്നു. കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്, അതിവിടെ കൊണ്ടുവന്നിട്ടില്ല. മിക്കവാറും എല്ലാം സെക്കൻഡറാബാദിലെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയായിരുന്നു. മോനും ചെറുതായിരുന്ന സമയത്തായിരുന്നു, മോൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ ടൈം കിട്ടിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അവിടെ ഗ്ലാസ് പെയിൻറ്റിങ്സ് ഉണ്ട്, പുറത്തും ഉണ്ട്. ഇതൊക്കെ